ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായി മാറിയിരിക്കുകയാണ് മാർക്കോ. ലോകമെമ്പാടും ചിത്രം വലിയ രീതിയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത്. മികച്ച കളക്ഷൻ നേടി ചിത്രം മുന്നേറുകയാണ്. ഹനീഫ് അദൈനി സംവിധാനം ചെയ്ത ചിത്രം ഏറ്റവും വയലൻസ് ഉള്ള മലയാളത്തിലെ ചിത്രം എന്നാണ് ആരാധകർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ചിത്രത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്ന് പറയുകയാണ് നടൻ റിയാസ് ഖാൻ. ഉണ്ണി മുകുന്ദനുമായി ഫൈറ്റ് സീൻ അടക്കം ചെയ്തെന്നും എന്നാൽ സംവിധായകൻ വിളിച്ച് താൻ ചിത്രത്തിൽ ഉണ്ടാകില്ല എന്ന് അറിയിക്കുകയായിരുന്നുവെന്ന് നടൻ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നു. മാർക്കോ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ണി മുകുന്ദനുമായി അടിച്ചു കയറിവ എന്ന റീൽ ഉണ്ടാക്കി. അത് ഭയങ്കര റീച്ചായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ കണ്ട ലുക്കിലായിരുന്നില്ല എന്റെ കൂടെ ചെയ്ത മാർക്കോ. ചിത്രത്തിലെ വലിയൊരു ഭാഗം തന്നെ വേറൊരു മേക്ക് ഓവറിലാണ് ഉണ്ണി ചെയ്തത്. അത് മുഴുവനില്ല, അതിലാണ് ഞാനുള്ളത്. സംവിധായകൻ നേരിട്ട് തന്നെ വിളിച്ച ശേഷം മനഃപൂർവ്വമല്ല എന്ന് പറഞ്ഞു. ഡയറക്ടറുടെ തീരുമാനമാണെന്ന് ഞാൻ പറഞ്ഞു. അത് അങ്ങനെയാണെങ്കിലും തെറ്റില്ല. സംവിധായകനെ ഞാൻ ബഹുമാനിക്കുന്നു. നടൻ എന്ന നിലയിൽ മാത്രം എനിക്ക് വിഷമമുണ്ട്. ഒരു ഹിറ്റ് പടത്തിൽ നിന്ന് പുറത്താകുന്നതിലും വിഷമമുണ്ട്. ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രത്തിൽ ഞാനുണ്ട്, പക്ഷേ ഇല്ല, റിയാസ് ഖാൻ പറയുന്നു. ഇതാണ് യഥാർത്ഥ സംഭവം. ആരും മനഃപൂർവ്വമല്ല ചെയ്തത്. ഉണ്ണിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉണ്ണിയാണ് എന്നെ ചിത്രത്തിലേക്ക് വിളിച്ചത്. ഇക്ക, ഇത് ചെയ്തു തരണം. ഈ പോർഷനിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല എന്ന് പറഞ്ഞു. രണ്ടുപേരും കട്ടയ്ക്കുള്ള ഫൈറ്റ് ഉണ്ടായിരുന്നു. മനഃപൂർവ്വം ആരും ഒന്നും ചെയ്തിട്ടില്ല. സാഹചര്യങ്ങളാണ് എല്ലാം. ആരും ആരുടെ വളർച്ച തടയാൻ പോകുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.